മനുഷ്യനെ വിവരം ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവ് അത് ഒരൊറ്റ മനുഷ്യർക്കില്ല. എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ബുഷിന് ഭയങ്കര വിവരം അല്ലെ, മറ്റേ അമേരിക്കൻ പ്രസിഡന്റും ഭയങ്കര നീ തന്നെയാണോ ചോദിക്കുന്നത് സംശയം. അമേരിക്കൻ പ്രസിഡന്റിന് ഭയങ്കര ബുദ്ധിയാണെന്ന് ചോദിക്കാറില്ല. അതെ, അയാൾ മനുഷ്യരിൽ പെടൂല, അയാളെ വേറെ എന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കി പടച്ചു വെച്ചാണ് അല്ലേ. അമേരിക്കൻ പ്രസിഡന്റ് മനുഷ്യനല്ല. എന്താ ജാബിറെ, എല്ലാവരും മനുഷ്യരല്ലേ. അമേരിക്കൻ പ്രസിഡന്റിന് ഒരു പ്രത്യേക ബുദ്ധി, ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ബുദ്ധി ഇല്ലായി. അയാൾക്ക് ആ സ്ഥാനം എന്തോ ഭാഗ്യം കൊണ്ടോ കുരുത്തം കൊണ്ടോ അല്ലെങ്കിൽ വിധിയൊക്കെ കൊണ്ട് കിട്ടിയിട്ടുണ്ടാവും. അത് അയാളുടെ ബുദ്ധി കൊണ്ട് മാത്രം ആണോ? ചിരിക്കാൻ വയ്യ, പറയണ്ടേ. ഇതിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോയി കുറെ വിവരാധികം കിട്ടിയിരുന്നു. ഞാൻ ആരോടും ഒന്നും സംസാരിക്കാറില്ല, എല്ലാം മനസ്സിലും ഉള്ളിൽ ഒതുക്കിയിട്ട്. ഇതൊക്കെ പാടെ ഉള്ളിൽ നിൽക്കുക, ഉള്ളിൽ പണ്ടാരടങ്ങിയ ബുദ്ധിയല്ലേ മനുഷ്യനെ. മനുഷ്യനെ പോലെ ബുദ്ധിയുള്ള ജീവികൾ ഭൂമിയിലുണ്ടോ? ഞാനിപ്പോ ഒരു മനുഷ്യനെ പെടൂലേ? നിർത്താൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കണേ. ഇത്ര തോന ബുദ്ധി നിർത്താൻ പറ്റും? ഞാനിപ്പോ ഒരു മനുഷ്യനെ പെടൂലേ? സഹജീവി തന്നെയല്ലേ ഞാനും, നിങ്ങളെയൊക്കെ ഒരു സഹജീവി തന്നെയല്ലേ ഞാനും. എന്ത് അതൊന്നല്ല, യഥാർത്ഥം പറയുമ്പോ അങ്ങനെ തന്നെ. യാഥാർത്ഥ്യം പറയുന്ന ഏതൊരു മനുഷ്യനും, സത്യം പറയുന്ന ഏതൊരു മനുഷ്യനും ഭ്രാന്താണ്. അതിപ്പോ ഞാൻ പറയുന്നതല്ല, സത്യം ആര് പറയുന്നോ അവനിക്ക് എപ്പോഴും ഭ്രാന്താ. നിർത്തിക്കളാ. കസബിനെതിരായ മുഴുവൻ കുറ്റങ്ങളും തെളിഞ്ഞു. ഇന്ത്യക്കെതിരായ യുദ്ധം എന്ന് കോടതി. FIB തെളിവ് നൽകുന്ന ഇത് കഴിഞ്ഞോ? നീ കയ്യച്ച് എന്തെങ്കിലും പറഞ്ഞ എന്നാലല്ലേ എതിര് പറയാനല്ലേ പറ്റുള്ളൂ.